മാനദണ്ഡങ്ങളുണ്ടല്ലോ, അതൊക്കെ കണ്ടെത്തുവാനുള്ള കഴിവും ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾ, ആ വ്യക്തിയുടെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ ഇതൊക്കെ വ്യത്യസ്തമായിരുന്നിരിക്കും. ആ വ്യക്തി 35 വയസ്സൊക്കെ ആയി 40 വയസ്സൊക്കെ ആയപ്പോഴേക്കും ആ വ്യക്തിയുടെ മനസ്സിന് ഒരുപാട് പക്വതകളൊക്കെ വന്നിട്ടുണ്ടാവും, ജീവിതത്തിന് മറ്റു പല അർത്ഥങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ആ വ്യക്തിയുടെ ഇഷ്ടാനിഷ്ടങ്ങളിലൊക്കെ മാറ്റം വരും, നിലപാടുകളിലൊക്കെ മാറ്റം വരും. അങ്ങനെ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം. ഇത് കുടുംബ ബന്ധങ്ങളിൽ മാത്രം നമ്മളെല്ലാം ലീഗൽ എഗ്രിമെൻറ്റുകൾ ചെയ്യിപ്പിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ പിറ്റേ ദിവസം ഇഷ്ടമല്ലാതായി കഴിഞ്ഞാൽ മാറിപ്പോയി കളയും. അതിനാണ് ഈ എഗ്രിമെൻറ്റിൽ ഒപ്പിട്ട് ആളുകളെ പെടുത്തുന്നത്. സത്യം പറഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന മനസ്സാണ്, അത് പെർമനൻ്റ് അല്ല. കുളം പോലെ കെട്ടിക്കിടക്കുന്ന ഒരു സാധനമല്ല മനുഷ്യൻ്റെ മനസ്സ്, അത് പുഴ പോലെ ഒഴുകുന്നൊരു സാധനമാണ്. മനുഷ്യർക്ക് മാറ്റം വന്നില്ലെങ്കിലാണ് പ്രശ്നം. ഓരോ കാലഘട്ടത്തിലും മനുഷ്യരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, സ്നേഹബന്ധങ്ങൾ, ശരിതെറ്റുകൾ, ഇതിലൊക്കെ വ്യത്യാസങ്ങൾ വരും. ഇതൊന്നും മനസ്സിലാക്കാതെ, മനുഷ്യൻ ഇങ്ങനെയുള്ള സ്വഭാവമുള്ള ഒരു ജീവിയാണെന്ന് മനസ്സിലാക്കാതെ മനുഷ്യനെ കയറി സ്നേഹിക്കാൻ പോയി നിങ്ങൾ വേണം പറയാൻ. എന്തിനാ സ്നേഹിക്കുന്നേ? ആദ്യം മനുഷ്യനെക്കുറിച്ച് പഠിക്കൂ, എന്നിട്ട് മനുഷ്യനെ സ്നേഹിക്കൂ. സ്നേഹം എന്ന് പറയുന്നത് ഒരു ബിസിനസ്സാണിത്, ഒരു ഫീൽ ഗുഡ് എക്സ്പീരിയൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ബിസിനസ്. ഒരു ബിസിനസ് പൊളിയുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ട? ബിസിനസ് ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ കടം പേര് ജീവിക്കേണ്ടി വരും. ഇതുപോലെ ഒരു സ്നേഹബന്ധം പൊളിയുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സ്നേഹബന്ധം ക്ലോസ് ചെയ്യണം. ഞാൻ സ്നേഹബന്ധത്തിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ, വളരെ ശ്രദ്ധിക്കണേ. എഗ്രിമെൻ്റ് കൊണ്ടുണ്ടാക്കിയ ബന്ധങ്ങളുണ്ട്, രക്തം കൊണ്ടുണ്ടാക്കിയ ബന്ധങ്ങളുണ്ട്, പിന്നെ സ്നേഹം കൊണ്ടുണ്ടാക്കിയ ബന്ധങ്ങളുണ്ട്. ഇതൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങളൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു തരം അടുപ്പം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാനീ പറയുന്നത്. അത്തരം ബന്ധങ്ങളിലേ പോയി ചാടുമ്പോഴേ അതൊന്ന് ഊരിപ്പോവാനുള്ള വഴിയും കൂടെ കണ്ടെത്തിയിട്ട് വേണം പോയി ചാടാൻ. നിങ്ങൾക്ക് അഴിക്കാൻ പറ്റാത്ത ഒരു കെട്ടും നിങ്ങൾ കെട്ടരുത്, നിങ്ങൾക്ക് കയറാൻ അറിയാത്ത ഒരു കുഴിയിലും നിങ്ങൾ ഇറങ്ങരുത്. ഇതൊന്ന് ഓർമ്മ വെച്ചാൽ മതി. ആ വ്യക്തിയെക്കുറിച്ചിട്ട് നിങ്ങൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണ്ട. നിങ്ങൾ വലിയ അബദ്ധത്തിൽപ്പെട്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കൂ. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കൂ. നിങ്ങൾ നിങ്ങളെ ചീത്ത വിളിക്കൂ ഈ കാര്യത്തിൽ. ഞാൻ എന്നെ സ്നേഹിക്കുന്നില്ല, എൻ്റെ ജീവിതം ഞാൻ ആർക്ക് വേണ്ടി അടിയറ വെച്ചിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ഞാനിവിടെ എൻജോയ് ചെയ്യണം. എന്നെ മറന്നുപോയൊരു വ്യക്തിയെ ഞാനും മറന്നു പോകണം, എന്നെ വേണ്ടാതെ ഒരു വ്യക്തി എനിക്കും വേണ്ടാതെയാകണം എന്ന് ചിന്തിക്കുവാനുള്ള ബുദ്ധി ഉപയോഗിക്കൂ. കംപ്ലീറ്റ് ഇമോഷണലായിട്ട് പോകല്ലേ, ലൈഫ് ഡാമേജ് ആകും. കംപ്ലീറ്റ് ഇൻ്റലക്ച്വലായിട്ട് പോയാലും ലൈഫ് ഡാമേജ് ആകും. പക്ഷേ ഇത്തരം ഗത്യന്തരമില്ലാത്ത ഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെ മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ, മറ്റതെല്ലാം ദൗർബല്യമാണ്. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. രാവിലെ എണീക്കുക, ഇഷ്ടമുള്ളൊരു കോഫി കുടിക്കുക, ഒന്ന് നടക്കാൻ പോവുക, സ്വന്തം സൗന്ദര്യം പരിചരിക്കുക, സ്വന്തം ആരോഗ്യം പരിചരിക്കുക, ഇഷ്ടമുള്ള സ്ഥലങ്ങൾ കാണാൻ പോവുക, ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുക, നല്ല ഭക്ഷണങ്ങളൊക്കെ വാങ്ങി കഴിക്കുക, എൻജോയ്, റിലാക്സ് ചെയ്യുക, കിടന്നുറങ്ങുക, സുഖമായി ജീവിക്കും. വല്ലവരെയും കുറിച്ച് ചിന്തിച്ച് ലൈഫ് വേസ്റ്റ് ആക്കാതിരിക്കും. ഓക്കെ അല്ലേ?